എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ, അവർക്കും അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ കഥ പറയാൻ തുടങ്ങി, അതിൻ്റെ രണ്ടാം ഭാഗവും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ കൊടിയിറങ്ങി. നമ്മൾ ഈ ഒരു 10 ദിവസങ്ങളിൽ അമ്പലത്തിലെ എല്ലാ വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ കുറേ പേര് കമൻ്റ് ഇടുന്ന കണ്ടു, അതായത് എനിക്ക് വരാൻ സാധിച്ചില്ല, ഭയങ്കര വിഷമമുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ പേരിങ്ങനെ അമ്പലത്തിലേക്ക് വരാതെ ദുഃഖിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരണമെങ്കിൽ ഗുരുവായൂരപ്പൻ വിളിക്കണം എന്ന് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് കൃഷ്ണ ഇത്ര കാലമായിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കാത്തത് എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങളൊരു കഥ കേൾക്കാട്ടോ. ഒരിക്കലും ഒരു പെൺകുട്ടി, അവൾ കൃഷ്ണൻ്റെ വലിയ ഭക്തയാണ് അവൾ. അങ്ങനെ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം എന്നുള്ളതാണ്. പോയാൽ മാത്രം പോരാ, അവിടെ സ്ഥിരമായിട്ട് താമസിച്ച് അവിടെ എന്നും കുളിച്ച് തൊഴണം. അങ്ങനെ അവൾ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ അവളിങ്ങനെ സ്വപ്നം കാണും, അവളിങ്ങനെ എന്നും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്, ഭഗവാനെ കാണുന്നത്, അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്നൊരു പെൺകുട്ടിയാട്ടോ. പക്ഷെ അവൾ ഒരിക്കൽ പോലും ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടില്ല, കാരണം അതിനുള്ള സാഹചര്യം അവളുടെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവളുടെ വിവാഹ പ്രായമാവുകയാണ്, കല്യാണം കഴിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ അവൾ കല്യാണം കഴിച്ച് പോകുന്നത് ഒരു വലിയ കൂട്ടുകുടുംബത്തേക്കാണ്. ഇവൾ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനിയായിട്ട്, അതായത് അവിടെ ജോലി ചെയ്യുന്നത് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പൈസ വെച്ചിട്ടാണ് എല്ലാവരോട് അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ വലിയൊരു കുടുംബഭാരമുള്ള ഒരാളെ തന്നെയാണ് അവൾ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിച്ച് അവൾ ആ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ അവൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഒരു വിഗ്രഹം കയ്യിലുണ്ടായിരുന്നു. ആ വിഗ്രഹം എടുത്തിട്ടാണ് അവൾ ഈ കുടുംബത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അവളവിടെ പോയി നോക്കുമ്പോഴാണ് അവളുടെ വീട്ടിലുണ്ടായതിനേക്കാൾ കഷ്ടമാണ് ഈ വീട്ടിൽ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ അവർക്കൊന്നും ഭക്തിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഹൈന്ദവ വിശ്വാസപരമായിട്ടൊന്നുമല്ല അവർ ജീവിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇവളുടെ ഭക്തി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ചീത്ത പറയും. അത്രയ്ക്കുള്ള ഒരു കുടുംബത്തിലാണ് അവൾ പോയത്. പക്ഷെ ഭർത്താവിന് അത്ര വലിയ പ്രശ്നമില്ല, അദ്ദേഹം ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, അദ്ദേഹം ജോലി എന്ന് പറഞ്ഞിട്ട് പോവാണ്. പക്ഷേ ഈ ബാക്കിയുള്ള ആൾക്കാർക്കാണ് വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ വിഗ്രഹം ഇവരുടെ മുന്നിൽ കാണിച്ചെടുത്ത് എന്ത് ചെയ്യില്ലേ, ഇവരൊക്കെ ചീത്ത പറയും. അതുകൊണ്ട് ഇവളത് എവിടെ വെക്കുന്ന ആലോചിക്കുകയാണ്. അങ്ങനെ അവൾ ഒരു അമ്മിക്കല്ലിൻ്റെ ചോട്ടിൽ വെക്കുകയാണ് അവൾ. അപ്പോൾ ഇത് പണ്ടത്തെ കാലത്തെ കഥയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ അമ്മിക്കല്ലിൻ്റെ ചോട്ടിലൊരു അറയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, അവിടെ എവിടെയാണ് അവൾ വെക്കുന്നത്. അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഭഗവാൻ ഓർക്കും. അങ്ങനെ കുറേ കാലങ്ങൾ കടന്നു പോവാട്ടോ. ഇവളൊരു കുടുംബസ്ഥയാവുകയാണ്. ഇതിൻ്റെ ഇടയിൽ അവൾ ഈ കുടുംബക്കാരൊക്കെ ഒന്ന് മാറ്റാൻ നോക്കുന്നുണ്ട്, അതായത് അവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല, കാരണം വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടി, അതിൻ്റേതായ പരിമിതികൾ അവൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അവിടെ കുറച്ചൊക്കെ ജീവിക്കാൻ. കാരണം മിക്ക ജോലികളും ഇവളെ കൊണ്ടായിരുന്നു ചെയ്യിപ്പിച്ചിരുന്നത്. ഇവളാണെങ്കിൽ ഭയങ്കര പാവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയായിരിക്കും ജോലിയൊക്കെ ചെയ്യിപ്പിക്കാൻ. എല്ലാ ജോലിയും ഇവളുടെ തലയ്ക്ക് ഇട്ടെടുക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ പ്രാർത്ഥിക്കാൻ ആരും കാണാതെ വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ അവൾ അവിടെ ജീവിക്കുകയാണ്. അവളുടെ സ്വപ്നങ്ങളും അതായത് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം, ആ സ്വപ്നങ്ങളൊക്കെ അവൾ മറന്നു പോവാണ്. പക്ഷെ ഭഗവാൻ അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ സ്വപ്നങ്ങളൊക്കെ ആലോചിച്ചിരിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ അവൾക്ക് ഇപ്പോൾ ഇല്ല. അങ്ങനെ അവൾ കുറേ കാലം ജീവിക്കുകയാണ്. അങ്ങനെ ഇവൾ കല്യാണം കഴിച്ച് വന്നത് വലിയ സാമ്പത്തികമായിട്ട് ഉള്ള വീട്ടിലൊന്നും അല്ല. ആ വീട്ടിൽ അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ, കാരണം ഒരാളെ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആ വീട്ട് ജപ്തിയാവുകയാണ്. അപ്പോൾ ജപ്തി വന്നപ്പോൾ അവിടുത്തെ എല്ലാവരും ഓരോ വഴിക്ക് പോവുകയാണ്. കുറേ പേര് വാടക വീടൊക്കെ അന്വേഷിച്ച് അവരവരുടെ വഴിക്ക് പോവുകയാണ്. പിന്നെ അവിടെ സ്വന്തം വീട് ഉണ്ടായിട്ടും ഇവിടെ വന്ന് താമസിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരും പല വഴിക്കാവുകയാണ്. അവസാനം ഇവളും ഇവളുടെ ഭർത്താവും മാത്രം ഒറ്റയ്ക്കാവുകയാണ്. അങ്ങനെ ഇവർക്കും പുതിയൊരു വാടക വീട് നോക്കണമല്ലോ. അങ്ങനെ ഇവർ നോക്കുകയാണ് ഒരു വാടക വീട്, നല്ലൊരു വാടക വീട്. കുറഞ്ഞ ചിലവിൽ വേണം വാടക വീട് കിട്ടാൻ, അധികം പൈസ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഇവർ ആ നാട്ടിൽ അന്വേഷിക്കുകയാണ്. അങ്ങനെ അടുത്ത നാട്, അങ്ങനെ ഗുരുവായൂർ അമ്പലം ഇവിടുന്ന് കുറച്ച് അകലെയാണ്. എങ്കിലും ഇവരെങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തുകയാണ്. അവിടെയാണ് അവർക്ക് വാടക വീട് കിട്ടുന്നത്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ വാടക വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൈസ കൂടുതലായിരിക്കില്ലേ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇവർക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ കിട്ടുക കേട്ടോ. അങ്ങനെ
ഈ ഭർത്താവാണ് ഇതൊക്കെ നോക്കുന്നത്. ഇങ്ങനെ ഒരു ദിവസം ഭർത്താവ് വന്നിട്ട് ഇവളോട് വന്നിട്ട് പറയാണ്, നമുക്കൊരു വാടക വീട് ശരിയായിട്ടുണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചോ, നമുക്ക് എത്ര പെട്ടെന്ന് പോകണം കേട്ടോ എന്ന് പറയാണ്. പിന്നെ ഇവൾ ചോദിക്കുകയാണ് എവിടെയാണ് നമുക്ക് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് ഗുരുവായൂരിൻ്റെ അടുത്താണ് നമുക്ക് കിട്ടിയതെന്ന്. അതോടുകൂടി ഇവൾക്ക് സന്തോഷം അടക്കാനായിട്ട് സാധിച്ചില്ല. അവൾ ഓടിച്ചെന്ന് ആ അമ്മിക്കല്ലിൽ അവിടെ ഇരിക്കുന്ന ആ ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഭഗവാനോട് ഒന്ന് സ്മരിച്ചിട്ട് പറയാണ്, ഇതിനായിരുന്നുവല്ലേ എന്നെ ഇത്ര കാലം എന്നെ മാറ്റി നിർത്തിയത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ താമസം മാറുകയാണ് ഗുരുവായൂരമ്പലത്തിൻ്റെ അവിടേക്ക്. അങ്ങനെ ഇവളുടെ ആഗ്രഹം പോലെ ഇവൾക്ക് എന്നും ഗുരുവായൂരമ്പലത്തിൽ കുളിച്ച് തൊഴാനുള്ള ആ ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. അങ്ങനെ ഇവളുടെ ആഗ്രഹം നടന്നു. പക്ഷെ ചെറിയൊരു വിഷമമുണ്ടായി, ആ വീട് ജപ്തിയായി പോയി. പക്ഷേ ഇവരവിടെ ആ ഒരു ഗുരുവായൂരമ്പലത്തിൽ താമസിച്ച് ഭർത്താവിന് അവിടെ അമ്പലവുമായി ബന്ധപ്പെട്ട ജോലി ലഭിച്ചു. അതുപോലെ തന്നെ ഇവൾക്കും കുഞ്ഞു കുഞ്ഞ് മാലുണ്ടാക്കുക, അങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഇവളും ചെയ്തു. അങ്ങനെ ഇവർ അവിടെ താമസിച്ച് പൈസ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവിടെ ഇവരൊരു വീട് വെക്കുക കേട്ടോ. അങ്ങനത്തെ നിലയിലെത്തുകയാണ് അവർ. അപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷെ അത് ഭഗവാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഈ കഥയിൽ അവളുടെ ആഗ്രഹങ്ങൾ, അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ അവളത് മറന്നു പോയതല്ല, അവളത് മറന്നു. അതായത് ആ സാഹചര്യം കൊണ്ട് അത് മറന്നുപോയി. പക്ഷെ അത് ഭഗവാൻ മറന്നില്ല. അതെങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അത് അവസാനം അവിടെ എത്തി. അപ്പോൾ ഇതുപോലെയാണ് ഗുരുവായൂരമ്പലത്തിലേക്ക് വരാൻ സാധിക്കാത്തവർക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ പോകുമ്പോൾ നമ്മൾ ഒരു വട്ടം പോവായിരിക്കും. പക്ഷേ കുറച്ചുകൂടി ഭഗവാൻ എന്തിനാ കാത്തിരുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയായിരിക്കും ഭഗവാൻ കാത്തിരുത്തുന്നത്. അതുമാത്രമല്ല, മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും നമ്മളൊരു കാര്യം ആഗ്രഹിക്കാൻ വിചാരിച്ചോ, നമ്മളത് ആഗ്രഹിച്ച് ഉടനെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ കുറേ കാലം നമ്മൾ കാത്തിരുന്ന് കുറേ കഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ അതിൻ്റെ വിലയും മതിപ്പും അതൊന്ന് വേറെ തന്നെയാണല്ലേ. അതുപോലെയാണ് ഭഗവാൻ കാത്തിരുത്തുന്നത്. അതായത് നമ്മൾ ഒന്നുകൂടി, അതായത് ഇനിയും കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാനെ നേരിട്ട് കാണുമ്പോൾ അതിന് കൂടുതൽ സന്തോഷവും ഭക്തിയും വരുത്താനായിട്ടാണ് ഭഗവാൻ ഇത് നീട്ടുന്നത് കേട്ടോ, ഈ ഒരു പോവൽ. എല്ലാവർക്കും ഗുരുവായൂരമ്പലത്തിൽ ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കഥ പറയാമല്ലേ. ഇന്നലെ നമ്മൾ ഭഗവാന്റെ കഥ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ നാരദ മഹർഷി കംസനോട് വന്നിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ കംസന് ആ ഒരു കൃഷ്ണൻ വൃന്ദാവനത്തിലുണ്ട്, ആ കാര്യങ്ങളൊക്കെ അറിയുന്നു. അങ്ങനെ കംസൻ തൻ്റെ സേനാപതിയെ ആൾക്കാരൊക്കെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ അവരോട് സംസാരിക്കുകയാണ്. അതുവരെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ബാക്കി കഥ പറയാണല്ലേ. അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരെയും വിളിച്ചിരുത്തുകയാണ്. അങ്ങനെ കംസൻ പറയുകയാണ്, കാര്യങ്ങളൊക്കെ പറയുകയാണ്. എൻ്റെ ആ ഒരു ഘാതകനെ ഞാൻ കണ്ടെത്തി, ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ സേനാപതി ആൾക്കാരൊക്കെ ഇത് കേട്ടപ്പോൾ അവർ ചെറിയൊരു ചിരിയോടുകൂടി പറയുകയാണ്, ഈ ചെറിയ ബാലകന്മാരെയാണോ അങ്ങ് ഇത്ര പേടിച്ചിരുന്നത്? ഞങ്ങൾ ആരും കരുതിയിട്ടില്ല കേട്ടോ. ഇത്രയും വലിയ അസുരന്മാരെ വിടുമ്പോൾ ഞങ്ങൾ വിചാരിച്ച ഏതോ വലിയ ആളാണെന്നാണ്. ഈ ചെറിയ ബാലകന്മാരെ കൊല്ലാനായിട്ടാണോ അങ്ങ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് കൊന്നിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ കംസൻ പറയാണ്, വേണ്ട, ഒരുപാട് അസുരന്മാരെ ഞാൻ വിട്ടതാണ്, ഇനി വേണ്ട, ഇനി എനിക്ക് നേരിട്ട് കാണണം. അതിനായിട്ട് അവരിങ്ങോട്ട് വിളിപ്പിക്കണം, അവരെ മല്ലയുദ്ധത്തിന് വിളിപ്പിക്കണം. അത് മല്ലയുദ്ധത്തിന് വിളിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് നേരിട്ട് അറിയിക്കരുത്. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊല്ലാം, ആ ഒരു മല്ലയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇത് അവരോട് പോയി പറയണമല്ലോ, നേരിട്ട് ഞങ്ങൾ കൃഷ്ണനെ കൊല്ലാനാണ് വിളിപ്പിക്കുന്നത് പറഞ്ഞാൽ നന്ദഗോപുരി വിടില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം വിളിപ്പിക്കാനായിട്ട്. അതിന് ഒരാൾ പോകണമല്ലോ അവിടേക്ക്. അങ്ങനെ എല്ലാവരും തമ്മി നോക്കുകയാണ് ആര് പോകുന്നു. അങ്ങനെ കംസൻ വിളിക്കുകയാണ്, അക്രൂരരെ വിളിപ്പിക്കുകയാണ്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. കാരണം ഈ അക്രൂരർ ഭഗവാന്റെ പരമഭക്തനാണ്. അത് കംസന് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, നന്ദഗോപർക്കും അക്രൂരനും അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. അപ്പോൾ അവർക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കംസൻ അക്രൂരരെ വിളിപ്പിച്ചത്. അതായത് ആ ഒരു ഇവിടെയുള്ള ബാക്കി ആർക്കും ഭഗവാനോട് ഭക്തിയോ കാര്യങ്ങളൊന്നും ഇല്ല. അക്രൂരർ പോയി കഴിഞ്ഞാൽ അതൊന്ന് മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി വിളിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കംസൻ അക്രൂരരെ തന്നെ വിളിപ്പിച്ചേട്ടോ. അങ്ങനെ അക്രൂരരോട് കാര്യം പറയാണ്. അക്രൂരർക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കംസൻ്റെ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അക്രൂരർക്ക് ഒരിക്കൽ പോലും ഭഗവാനെ ഒന്ന് നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തനിക്ക് ഭഗവാനെ കാണാൻ പറ്റുമല്ലോ. പിന്നെ ഭഗവാൻ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഭഗവാൻ ജയിക്കുള്ളൂ എന്ന് അക്രൂരർക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെ അക്രൂരർ അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അക്രൂരരുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതിങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം പുറത്ത് കാണിച്ചാൽ എല്ലാവരും നോക്കുമല്ലോ ഇതെന്താ ഇങ്ങനെയെന്ന്. അങ്ങനെ അക്രൂർ ആ സന്തോഷം കൊണ്ട് പോണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ കംസനെ വണങ്ങിയിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ കംസന് ഈ അക്രൂരെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ അവിടെ ഒരു ആനക്കാരനുണ്ടായിരുന്നു, അവിടുത്തെ കംസൻ്റെ ആന. അങ്ങനെ ആ ഒരു ആനക്കാരനോട് പറയാണ്, ഇവർ ഈ മല്ലയുദ്ധത്തിന് വരുമ്പോൾ നിങ്ങൾ ആ കവാടത്തിൻ്റെ അവിടെ സ്വാഗതം ചെയ്യാൻ എന്ന പേരിൽ നിൽക്കണം. അവരിങ്ങോട്ട് വരുമ്പോൾ അവരെ ഈ ആനനെ വെച്ച് കൊല്ലിക്കണം എന്ന് ആ ഒരു ആനക്കാരനോട് പറയാണ്. അപ്പോൾ ആനക്കാരനാണെങ്കിൽ എൻ്റെ ഇത്രയും വലിയ ആന, ഈ ആന ആ ചെറിയ 2 ബാലകന്മാരെ ഒരൊറ്റ ചവിട്ടിൽ വേണമെങ്കിൽ കൊല്ലും. അങ്ങനെ ഈ ഒരു ആനക്കാരനും അത് സമ്മതിച്ച് പോവാണ്. അങ്ങനെ കംസന് എല്ലാവരും പറഞ്ഞ് ഏർപ്പാടാക്കി, മത്സരത്തിലുള്ള ഏർപ്പാടാക്കി അതൊക്കെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കംസൻ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ കംസൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എല്ലാ പഴുതുകളും അടച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അവർ ആ ഒരു ആന ഇവരെ കൊല്ലാതെ ഇങ്ങോട്ട് കയറി വന്നാൽ തന്നെ ഞാനല്ല ഇവിടെ ഇരിക്കുന്നത്, അവരെന്തായാലും എൻ്റെ മരണം ഇനി നടക്കില്ല, ഞാൻ അവരെ കൊല്ലാൻ പോവുകയാണ്. അന്നാ ശരീരം കേട്ട കാര്യമൊന്നും ഇനി നടക്കാൻ പോകണില്ല എന്ന കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ചെറിയൊരു ഭയം കൂടി ഉണ്ട് കേട്ടോ കംസൻ്റെ മനസ്സിൽ. അങ്ങനെ ഇതേ സമയം നമ്മുടെ വൃന്ദാവനത്തിൽ ഭഗവാൻ കൂട്ടുകാരൊപ്പം ഇരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഒരു നിമിഷം ആലോചിക്കും, എന്തോ അവരിങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്താ ആലോചിക്കണേന്ന് ചോദിക്കും. ഭഗവാൻ പറയും ഒന്നുമില്ല. അങ്ങനെ ഭഗവാൻ എന്താ ആലോചിക്കണത്, എനിക്ക് എൻ്റെ ഒരു പ്രധാനപ്പെട്ട അവതാര ലക്ഷ്യത്തിനുള്ള സമയമായി എന്ന് ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഗോപന്മാരൊക്കെ ഒന്ന് വിട്ടു പോകണമല്ലോ എന്നൊരു വിഷമവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാൻ അത് ആലോചിക്കുകയാണ്. അങ്ങനെ ഇനി ഇതോടുകൂടി 2ാം ഭാഗം അവസാനിക്കുകയാണ്. ഇനി കംസനും കണ്ണനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അക്രൂരാഗമനം, വൃന്ദാവനത്തിലേക്കുള്ള അക്രൂരാഗമനമാണ്. അപ്പോൾ ഇതോടുകൂടി 2ാം ഭാഗം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് എല്ലാവർക്കും വൃന്ദാവനത്തിലേക്ക് പോകാം. അതായത് അക്രൂരർ വൃന്ദാവനത്തിലേക്ക് പോകാട്ടോ കണ്ണനെ കാണാനായിട്ട്. അപ്പോൾ അത് അടുത്ത ഭാഗത്തിലാണ് പറയുക. എല്ലാവരും അടുത്ത ഭാഗവും കാണാൻ, ബാക്കി കഥ കേൾക്കാനായിട്ട്. എല്ലാവർക്കും കഥയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഭഗവാന്റെ നാമം ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.